സ്മൃതി പ്രതിപക്ഷം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രതിപക്ഷം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ചർച്ചയിൽ ഇനി ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ചർച്ചയിൽ മറുപടി പറയാം. ഈ ചർച്ചയിൽ ഇനി തുടർന്ന് പങ്കെടുക്കാൻ സമയം തീർന്നു, ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരവും മറ്റുള്ളവർ വെറും കാഴ്ചക്കാരും. എന്നെക്കുറിച്ച് അധിക്ഷേപാർഹമായി പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ ഒരു സമയവും സാഹചര്യവും ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമസ്കാരം. ശ്രീ സണ്ണിക്കുട്ടി, അധിക്ഷേപം എന്താണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിർത്തി. അല്ല, അധിക്ഷേപം എന്താണ് ഉണ്ടായത് ശ്രീ സണ്ണിക്കുട്ടി? എന്താണെന്നുള്ളത് താങ്കൾ കേട്ടതാണല്ലോ. ഞാൻ ഇത് രാമക്ഷേത്രം അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്രം പിന്നെ ഹിന്ദു ക്ഷേത്രമല്ല, BJP-യുടേതും RSSൻ്റേതുമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് വന്ന മറുപടി അത് ഞാനല്ല പറഞ്ഞത്, ഇന്ത്യയിലെ 4 ശങ്കരാചാര്യന്മാർ പറഞ്ഞു ആ ക്ഷേത്രത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനൊന്നും മറുപടി പറയാൻ പോലും അവസരം കിട്ടാതെ വേണ്ട ശങ്കരാചാര്യന്മാര് പറഞ്ഞത് എന്താ? ഹിന്ദുക്കള ക്ഷേത്രമല്ലാന്ന് ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കള ക്ഷേത്രം അല്ലാന്ന് പറഞ്ഞത്? ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കള ക്ഷേത്രം അല്ലാന്ന് പറഞ്ഞത്? നിങ്ങൾ പറയാൻ ശങ്കരാചാര്യ പറഞ്ഞു ഹിന്ദുക്കളുടെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യരാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല പറഞ്ഞു. ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല ആദരിക്കുകയാണ് ചെയ്തത്. ഇവിടെ സണ്ണിക്കുട്ടിയാരാ പറയാൻ? ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല സണ്ണിക്കുട്ടിയാരാ? ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല സണ്ണിക്കുട്ടിയാരാ? ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല പറയാൻ സണ്ണിക്കുട്ടിയാരാ? സണ്ണിക്കുട്ടിയെ വ്യക്തമാക്കണം. ഏത് ശങ്കരാചാര്യ പറഞ്ഞു? സണ്ണിക്കുട്ടി എബ്രഹാം മറുപടി പറയാം. ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലെന്ന് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞോളൂ. മറുപടി പറയാൻ അദ്ദേഹത്തിനുള്ള സമയമാണ്. ശ്രീ സണ്ണിക്കുട്ടിയാണ് പറയേണ്ടത്. ഇനി ശ്രീ സന്ദീപ് വാര്യരെ, താങ്കൾ പലരെയും ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഞാൻ കാണാറും കേൾക്കാറുണ്ട്. അത് എൻ്റെ അടുത്ത് വേണ്ട. ഇവിടുത്തെ ശങ്കരാചാര്യന്മാർ എന്തുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്. അല്ലല്ല, നിങ്ങൾ ന്യായീകരിക്കുന്ന സ്മൃതി. നിങ്ങൾ സണ്ണിക്കുട്ടിക്ക് ന്യായീകരിക്കാൻ സണ്ണിക്കുട്ടി പറഞ്ഞത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല. ശങ്കരാചാര്യ പറഞ്ഞു. ഏത് ശങ്കരാചാര്യ പറഞ്ഞത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല? ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല? നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ പിൻവലിക്കാം. ഒരു ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലെന്ന്. നിങ്ങൾ നോണ പറയുന്നു സണ്ണിക്കുട്ടി. നിങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? നിങ്ങൾ സന്ദീപിന്റെ വോളിയം ഒന്ന് കുറയ്ക്കണം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിന് പറയാനുണ്ട്. നിങ്ങളുടെ ശബ്ദം മാത്രം കേട്ടാൽ പോരാ. ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്മൃതി, ഇത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും ക്ഷേത്രമായിരുന്നുവെങ്കിൽ ഈ 4 ശങ്കരാചാര്യന്മാരും അവിടെ വരുമായിരുന്നു, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. അവർ അതിൽ നിന്ന് വിട്ടുനിന്ന് അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രമായിട്ട് ഈ 4 ശങ്കരാചാര്യന്മാരെങ്കിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. BJP പ്രതിനിധി ഇവിടെ വന്ന് ഒച്ച വെച്ചതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങള് ഇത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലാതാവാൻ പോകുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.